നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ദേവികുളം. ദേവികുളം നിയമസഭാ മണ്ഡലത്തിന്റെ കഴിഞ്ഞകാല നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രമെന്തെന്ന് പരിശോധിക്കാം. മണ്ഡല രൂപീകരണത്തിന് ശേഷം LDFും UDFും മാറി മാറി കൈവശം വെച്ച മണ്ഡലമാണ് ദേവികുളം. എന്നാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി മണ്ഡലം ഇടത്തോട്ട് ചാഞ്ഞാണ് നിൽപ്പ്. മണ്ഡലത്തിലെ ഇതുവരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രമെന്തെന്ന് നോക്കാം. 1957 രൂപീകൃതമായ മണ്ഡലമാണ് ദേവികുളം. 2021 കണക്ക് പ്രകാരം 1,69,000-ലധികം വോട്ടർമാർ ദേവികുളം മണ്ഡലത്തിലുണ്ട്. തോട്ടം, ആദിവാസി, കാർഷിക മേഖലകൾ ചേരുന്ന ദേവികുളം നിലവിൽ പട്ടികജാതി സംവരണ മണ്ഡലമാണ്. 1957 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം നിയമസഭാ മണ്ഡലം ഒരു ദ്വയാംഗ മണ്ഡലമായിരുന്നു. ഇടമലക്കുടിയടക്കം 12 പഞ്ചായത്തുകൾ ദേവികുളം നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ വരും. 1957 CPI പ്രതിനിധിയായി റോസമ്മ പുന്നൂസ് നിയമസഭയിലെത്തി. എന്നാൽ തിരഞ്ഞെടുപ്പ് കേസിനെ തുടർന്ന് ഇലക്ഷൻ ട്രിബ്യൂണൽ 1957 നവംബർ 14 ദേവികുളം തിരഞ്ഞെടുപ്പ് റദ്ദാക്കി. തുടർന്ന് 1958 മെയ് 16 ഉപതിരഞ്ഞെടുപ്പ് നടന്നു. ഉപതെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും വിജയിച്ച റോസമ്മ പുന്നൂസ് 1958 ജൂൺ 30 നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കേസും ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പുമായിരുന്നു ഇത്. കോൺഗ്രസിലെ N ഗണപതിയും 1957 കാലയളവിൽ ദേവികുളത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തി. മണ്ഡല രൂപീകരണത്തിന് ശേഷം LDFും UDFും മാറി മാറി കൈവശം വെച്ച മണ്ഡലമാണ് ദേവികുളം. 1987 CPMൽ നിന്നുള്ള സുന്ദരമാണിക്യം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തി. 1991 നടന്ന തെരഞ്ഞെടുപ്പിൽ UDF വീണ്ടും ദേവികുളം തിരിച്ചുപിടിച്ചു. കോൺഗ്രസിൽ നിന്നുള്ള AK മണിയായിരുന്നു MLA. പിന്നീട് 96 2001 നടന്ന തെരഞ്ഞെടുപ്പുകളിൽ AK മണിയിലൂടെ ദേവികുളം UDF നിലനിർത്തി. തുടർച്ചയായി 1.5 പതിറ്റാണ്ടുകാലം മണ്ഡലം UDF കൈവശം വെച്ചു. എന്നാൽ 2006 മണ്ഡലം ഇടത്തോട്ട് ചാഞ്ഞു. AK മണിക്കെതിരെ S രാജേന്ദ്രനെ CPM പുതുമുഖ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കുകയും മണ്ഡലം പിടിച്ചെടുക്കുകയും ചെയ്തു. 2006 മുതൽ 2026 വരെ മണ്ഡലം ഇടത്തോട്ട് ചാഞ്ഞു തന്നെ നിൽക്കുകയാണ്. 2011 2016 S രാജേന്ദ്രനിലൂടെയായിരുന്നു LDF മണ്ഡലം നിലനിർത്തിയതെങ്കിൽ 2021 LDF A രാജയെ പുതുമുഖ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചായിരുന്നു വിജയ തുടർച്ച കണ്ടത്. മണ്ഡല രൂപീകരണ ശേഷം LDFും UDFുമായിരുന്നു മണ്ഡലം മാറി മാറി കൈവശം വെച്ചതെങ്കിൽ BJPയും NDAയും മണ്ഡലത്തിൽ വേരോട്ടം വർദ്ധിപ്പിച്ചിട്ടുള്ള സാഹചര്യം നിലവിലുണ്ട്. 2006 2011 2016 LDFിനൊപ്പം നിന്ന S രാജേന്ദ്രൻ ഇപ്പോൾ NDA പക്ഷത്തുമാണ്. LDF അഡ്വക്കേറ്റ് A രാജയ്ക്ക് രണ്ടാമതൊരു അവസരം കൂടി നൽകിയപ്പോൾ F രാജയെ കളത്തിലിറക്കിയാണ് UDF ഇത്തവണ പോരാട്ടത്തിന് കളമൊരുക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.